ഹായ്, ഞാൻ ശിവദാസൻ. നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് ക്ലാസ്സിന് ഇന്ന് പ്രത്യേകതയുണ്ട്. ടെൻസിൻ്റെ ഏറ്റവും അവസാനത്തേതാണ്. ആക്റ്റീവ് വോയിസിൽ നമ്മൾ 12 ടെൻസും പഠിച്ചു കഴിഞ്ഞു. പ്രസൻറ്റ് ടെൻസിലത്തെ 4ഉം പാസ്റ്റ് ടെൻസിലത്തെ 4ഉം ഫ്യൂച്ചറിലത്തെ 4ഉം നമ്മൾ പഠിച്ചത് ആക്റ്റീവ് വോയിസിലായിരുന്നു. അതിൻ്റെ പാസീവ് വോയിസ് പിന്നീട് പഠിക്കാമെന്ന് പറഞ്ഞ് മാറ്റി വെച്ചത് ഒരേ ഒരു ടെൻസ്, ലാസ്റ്റ് ടെൻസിലത്തെ പാസീവ് വോയിസ് മാത്രമേ ഇനി പഠിക്കാനുള്ളൂ, 12ാമത്തെ. ഇതോടുകൂടി 12 ടെൻസിലത്തെ ആക്റ്റീവ് വോയിസും 12 ടെൻസിലത്തെ പാസീവ് വോയിസും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പഠിക്കാൻ പോകുന്നത് അവസാനത്തേതാണ്. ഇതിൽ പെടാത്ത ഈ ടെൻസുകളിൽ പെടാത്ത ചില കാര്യങ്ങൾ, പറയാത്തതായിട്ട് ഉൾപ്പെടാത്ത ചില കാര്യങ്ങളുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ പറയുന്നതാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. ഫ്യൂച്ചറിലെ സിമ്പിൾ നമ്മൾ പഠിച്ചു, പാസീവ് വോയിസ്. ഫ്യൂച്ചർ കണ്ടിന്യൂസും പഠിച്ചു. ഫ്യൂച്ചർ പെർഫെക്റ്റിൽ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ആക്റ്റീവ് വോയിസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ പാസീവ് വോയിസ് എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള ഓരോ ക്ലാസ്സിലും ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഒരു ടെൻസിലത്തെ പ്രസൻറ്റ് സിമ്പിളത്തെ ടെൻസ്, ആദ്യത്തെ ടെൻസ് നമ്മൾ പഠിച്ചതിൽ നോക്കാം. ആ ടെൻസിൽ ഏതൊക്കെ രീതിയിൽ നമ്മൾക്ക് സെൻറ്റൻസ് ഉണ്ടാക്കാൻ കഴിയുമോ അതിനെല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പോസിറ്റീവ് സെൻറ്റൻസ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യുന്നു എന്ന് പറഞ്ഞു, അത് ചെയ്യില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ചോദ്യം ഉണ്ടാക്കുന്ന രീതി നമ്മൾ ഡൂം ഡസും വെച്ചിട്ട് ചോദിച്ചു. അതിനൊരു സെപ്പറേറ്റ് ക്ലാസ് ഞാൻ വെച്ചിട്ടില്ല. ആ ക്ലാസ്സിൻ്റെ ഉള്ളിൽ തന്നെ, ആ ടെൻസിൻ്റെ ഉള്ളിൽ തന്നെ അതിനെ കവർ ചെയ്യാവുന്ന എല്ലാ സെൻറ്റൻസുകളും ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് സമ്പൂർണ്ണമായിട്ട് ഒരാൾ ശ്രദ്ധയോടുകൂടി പഠിക്കുന്ന ഒരാൾക്ക് ടെൻസ് വേറെ എവിടുന്നും ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. ഡു എങ്ങനെ ഉപയോഗിക്കാം, ഡസ് എങ്ങനെ ഉപയോഗിക്കാം, ഹാസ് എങ്ങനെ ഉപയോഗിക്കാം, ഹാഡ് എങ്ങനെ ഉപയോഗിക്കാം, ഹാവ് എങ്ങനെ ഉപയോഗിക്കാം, വാട്ട് എന്ന് വെച്ചിട്ട് ചോദ്യം എങ്ങനെ ചോദിക്കുക, വേറെ എന്ന് വെച്ചിട്ട് ചോദ്യം എങ്ങനെ ചോദിക്കുക, അതെല്ലാം പ്രസൻറ്റ് സിമ്പിൾ ടെൻസിൽ അതിൽ സാധ്യമാകുന്ന എല്ലാ ചോദ്യങ്ങളും, എല്ലാ പോസിറ്റീവ് ടെൻസുകളും, എല്ലാ പോസിറ്റീവ് സെൻറ്റൻസുകളും, നെഗറ്റീവ് സെൻറ്റൻസും ഞാൻ അത് സമ്പൂർണ്ണമായിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തനിച്ച് നിങ്ങൾക്ക് ഹാസിൻ്റെ പ്രത്യേകത എന്താ, ഹാവിൻ്റെ പ്രത്യേകത എന്താ, ഹാവ് ബീൻ്റെ പ്രത്യേകത എന്താ, ഇത്തരം സെൻറ്റൻസുകളൊന്നും നിങ്ങൾക്ക് ആർക്കും പഠിക്കേണ്ടതായിട്ടില്ല. കാരണം ആ സെൻറ്റൻസിൽ നമ്മൾ അതെല്ലാം കവർ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ കണ്ടിന്യൂസിൽ വന്നു, പ്രസൻറ്റ് കണ്ടിന്യൂസിൽ വന്നപ്പോഴും അതേ തന്നെ ഉണ്ടായിരുന്നത്. ഗൗതം ഈസ് റൈറ്റിംഗ് എ ലെറ്റർ നമ്മൾ പഠിച്ചു. അതിൽ ചോദ്യം ഉണ്ടാക്കാൻ എന്താണെന്ന് വെച്ചു, ഈസിനെ ഹെൽപ്പിംഗ് വെർബിനെ മുന്നോട്ട് കൊണ്ടുവരണമെന്ന് പഠിച്ചു. അപ്പോൾ അതിൽ ചോദ്യം ഉണ്ടാക്കാൻ പഠിച്ചു. ഇനി അതിന് നെഗറ്റീവ് സെൻറ്റൻസ് എങ്ങനെ ഉണ്ടാക്കാൻ പഠിച്ചു, നോട്ട് ചേർത്തിട്ട് നെഗറ്റീവ്. പിന്നെ ചോദ്യങ്ങൾ വാട്ടും, വേറും, വൈയും, ഹൗവും, ഹൗ മെനി, ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ പഠിച്ചു. ഹൗ വെച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കാം, വേറെ വെച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് പഠിച്ചു. അപ്പോൾ അതൊരു ടെൻസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ സമ്പൂർണ്ണമാണ്. അതിനകത്ത് വേറെ ഒന്നും നിങ്ങൾക്ക് ഇനി അതിനകത്ത് ഉൾപ്പെടുത്താനില്ല. ഇപ്പം അത് പറഞ്ഞു വന്നത് സമ്പൂർണ്ണമായിട്ട് നിങ്ങൾ ഈ 12 എണ്ണം പഠിച്ചു, അതിൻ്റെ പാസീവ് വോയിസും പഠിച്ചെങ്കിൽ ടെൻസിൽ ഇംഗ്ലീഷിലത്തെ തന്നെ ഒരു 60% എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഒരു സെൻറ്റൻസ് എങ്ങനെ ഉണ്ടാക്കണം എന്ന് നിങ്ങൾ സ്വയമായിട്ട് ചെയ്യാൻ ഈ നിയമം വെച്ചിട്ട് നിങ്ങൾക്ക് കഴിയും. ഇനി ഹാസ് എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ള ഒരു സംശയം വരേണ്ട കാര്യമില്ല. അത് അതാത് ടെൻസിൽ അതിനെ ഞാൻ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ ചാനലും കണ്ടവർക്ക് വളരെ നന്ദി. നിങ്ങളുടെ ജീവിതത്തിൽ ഉപകരിക്കട്ടെ എന്ന് കൂടെ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഇത് പറഞ്ഞു വന്നപ്പോൾ ഇത്രയും വിഷയത്തിലേക്ക് പോയതാണ്. നമ്മൾക്ക് പഠിക്കാനുള്ളത് ഫ്യൂച്ചർ ടെൻസിലത്തെ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ അവസാനത്തേതാണ്. അതിൻ്റെ പാസീവ് വോയിസ് ആണ്. 23 നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 12 ആക്റ്റീവ് വോയിസും പിന്നെ ബാക്കിയുള്ള 11 പാസീവ് വോയിസും 12ാമത്തെയാണ് പഠിക്കാനുള്ളത്. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ ഒന്ന് ഞാൻ റിവൈസ് ചെയ്യാം. മുന്നിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ ആക്റ്റീവ് വോയിസിൽ എങ്ങനെ വരാം, എന്നിട്ട് അതിനെങ്ങനെ പാസീവ് വോയിസിലേക്ക് ആക്കാമെന്ന് പറയാം. അപ്പോൾ നമ്മൾ ആ ഗൗതം തന്നെ നമുക്ക് വിളിക്കാം. കൂട്ടാളി നമ്മുടെ എപ്പോഴും ഗൗതം തന്നെയാണ്. ഉദാഹരണം ഇല്ലാതെ പഠിക്കുന്നത് അത്ര ഈസി അല്ല, എളുപ്പമല്ല. അപ്പോൾ അതിൽ വരുന്നത് ഗൗതം വിൽ ഹാവ് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ എന്നാണ് നമ്മൾ ആക്റ്റീവ് വോയിസിൽ പഠിച്ചത്. ഗൗതം ഒരു കത്ത് എഴുതിക്കൊണ്ടേ ഇരിക്കും, ഫ്യൂച്ചറാണ്. ഇരിക്കും, ആ ഇരിക്കൽ തന്നെ പറഞ്ഞു. ഗൗതം വിൽ ഹാവ് ബീൻ റൈറ്റിംഗ്, എഴുതിക്കൊണ്ടേ ഇരിക്കും, അല്ലെങ്കിൽ ഷോൾ ഹാവ് ബീൻ റൈറ്റിംഗ്. ഗൗതം ഒരു കത്ത് എഴുതിക്കൊണ്ടേ ഇരിക്കും. ഇത് നമ്മൾ മുന്നിൽ പഠിച്ചിട്ടുള്ളതാണ്. ഈ 12 ഇതിപ്പോൾ ആക്റ്റീവ് വോയിസാണ്. ഇതിനെ പാസീവ് വോയിസ് ആക്കണമെങ്കിൽ മറ്റുള്ള ക്ലാസ്സിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതിലത്തെ ഒബ്ജക്റ്റ് ഏതാണോ എ ലെറ്റർ അതിനെ സെൻറ്റൻസിൻ്റെ ആദ്യ ഭാഗത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ ലെറ്റർ വിൽ ഹാവ് ബീൻ റൈറ്റിംഗ് എന്നുള്ളത് വിൽ ഹാവ് ബീൻ ബീയിങ് റിട്ടേൺ ബൈ ഗൗതം. ഇത് നിങ്ങൾ കാണാപാഠം പഠിക്കണം. വിൽ ഹാവ് ബീൻ റൈറ്റിംഗ് എന്നുള്ളത് പാസീവ് വോയിസിലേക്ക് വരുമ്പോൾ വിൽ ഹാവ് ബീൻ
ബീയിങ് റിട്ടൺ, BEING, ബീയിങ് റിട്ടൺ. സ്പെല്ലിംഗ് ഒന്നും അറിയില്ലെങ്കിൽ അതൊരു വിഷയമല്ല. നിങ്ങൾക്ക് ഈ വേർഡുകളും മനസ്സിലാവുന്നില്ലെങ്കിൽ അതൊരു വിഷയമല്ല. ഗ്രാമർ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ മറ്റെല്ലാം നിങ്ങൾക്ക് ഏതൊരാൾക്കും പഠിച്ചെടുക്കാൻ കഴിയും. എൻ്റെ ആവശ്യമില്ല, ഒരാളുടെ ആവശ്യമില്ല. നിങ്ങൾ ഈ ടെൻസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വയം മുന്നേറാൻ കഴിയും. നിങ്ങൾ ഈ ടെൻസിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്, അതിൻ്റെ നിയമത്തിൽ. അപ്പോൾ ഗൗതമായ സിംഗുലറായി എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വിൽ ഹാവ് ബീൻ എന്നുള്ളത് വിൽ ഹാസ് ബീൻ ഒന്നും ഉപയോഗിക്കില്ല. അതൊക്കെ പ്രസൻറ്റ് ടെൻസിലുള്ളതാണ്, അത് അവിടെ കഴിഞ്ഞു. ഇവിടെ സബ്ജക്റ്റ് സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും വിൽ ഹാവ് ബീൻ എന്നോ ഷാൾ ഹാവ് ബീൻ എന്നോ ഉപയോഗിക്കാം. ഉപയോഗിച്ചിട്ട് വെർബിനോട് കൂടെ ING ചേർക്കുന്നതാണ് ഇതിൻ്റെ സമ്പ്രദായം. അപ്പോൾ ഗൗതം വിൽ ഹാവ് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ. ഗൗതം ഒരു കത്ത് എഴുതിക്കൊണ്ടേ ഇരിക്കും. അതാണ് വിൽ ഹാവ് ബീൻ റൈറ്റിംഗ്. വിൽ ഹാവ് ബീൻ റൈറ്റിംഗ് നിങ്ങൾ എവിടെ കണ്ടാലും വിൽ ഹാവ് ബീൻ ഡ്രിങ്കിങ്, കുടിച്ചുകൊണ്ടേ ഇരിക്കും. വിൽ ഹാവ് ബീൻ പ്ലേയിങ്, കളിച്ചുകൊണ്ട്, പ്ലേ എന്ന് പറഞ്ഞാൽ കളിക്കുക, കളിച്ചുകൊണ്ടേ ഇരിക്കും. ഇതാണ് നിങ്ങൾ ഓർമ്മിക്കേണ്ടത്. ആ വെർബ് മാറുന്നതിനനുസരിച്ച് ആ പ്രവൃത്തി ചെയ്തുകൊണ്ടേ ഇരിക്കും. പാസീവ് ആവുമ്പോഴോ എ ലെറ്റർ നമ്മൾ മുന്നിലേക്ക് കൊണ്ടുവരണം, ഒബ്ജക്റ്റിനെ, കർമ്മത്തിന്. എ ലെറ്റർ വിൽ ഹാവ് ബീൻ ബീയിങ് എന്ന് കണ്ടിന്യൂസിനെ നിലനിർത്താൻ വേണ്ടി അങ്ങനെ ചേർത്ത് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അതിൻ്റെ അർത്ഥം ഹൃദിസ്ഥമാക്കണം, ബൈഹാർട്ട് പഠിക്കണം. എ ലെറ്റർ വിൽ ഹാവ് ബീൻ ബീയിങ് റിട്ടൺ. അപ്പോൾ വിൽ ഹാവ് ബീൻ റൈറ്റിംഗ് എന്നുള്ളതിൻ്റെ പാസീവ് വോയിസ് വിൽ ഹാവ് ബീൻ ബീയിങ് റിട്ടൺ എന്നായി മാറും. വിൽ ഹാവ് ബീൻ ബീയിങ് റിട്ടൺ ബൈ ഗൗതം. ഗൗതമിനാൽ ഒരു കത്ത് എഴുതപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇങ്ങനെ തന്നെ നിങ്ങൾ പഠിക്കണം. ഓരോന്നിൽ ഞാൻ പ്രത്യേകം ഫോക്കസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെർബിൻ്റെ ഈ രൂപമാണ് നിങ്ങൾ പഠിക്കേണ്ടത്. എവിടെ പോയാലും ഇത് നിങ്ങൾക്ക് ലോകത്ത് എവിടെയും കാണാൻ കഴിയും. ഇതേ രീതിയിലുള്ള ടെൻസുകൾ, സംഭാഷണ രീതി, ശൈലികളും. കാരണം ഇതില്ലാതെ ഇംഗ്ലീഷിന് സ്ട്രക്ചർ ഇല്ല. നമ്മളൊരു വീടുണ്ടാക്കുമ്പോൾ അത് സ്ട്രക്ചർ പോലെ, സ്റ്റീൽ പോലെയാണ് ഈ ഗ്രാമറിൻ്റെ നിയമങ്ങൾ. അതില്ലെങ്കിൽ അത് കുഴഞ്ഞു വീഴും. അപ്പോൾ ഈ ഇംഗ്ലീഷിൻ്റെ ഭാഷയുടെ സ്ട്രക്ചർ തന്നെ, അതിൻ്റെ രൂപഘടന തന്നെ ഈ വെർബിനെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. അതില്ലെങ്കിൽ ആർക്കും ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ആയിരിക്കണം അത് പൂർവികർ ചെയ്തിട്ടുള്ളവർ ഇതിനകത്ത് ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി രൂപപ്പെടുത്തിയിട്ടുള്ളത്. അത് പഠിച്ചു കഴിഞ്ഞാൽ ഈസിയാണ്. മറ്റുള്ള മിസ്റ്റേക്കുകളൊന്നും നമ്മൾക്ക് അത്ര കാര്യമായിട്ട് ആരും എടുക്കാറില്ല. ടെൻസ് തന്നെയാണ് വളരെ പ്രധാനം. കാരണം നാളെ കുടിച്ചു എന്നൊക്കെ വിഡിത്തം പറഞ്ഞു പോകും. നാളെ എന്നുള്ളത് എല്ലാവർക്കും പഠിക്കാൻ കഴിയും. കുടിച്ചു എന്നുള്ളതിൻ്റെ വെർബാണ് എല്ലാവർക്കും മനസ്സിലാകാത്തത്. അതുകൊണ്ട് തന്നെയാണ് പലർക്കും ഇംഗ്ലീഷ് പഠിക്കാത്തത്. മറ്റുള്ള മിസ്റ്റേക്കുകളൊക്കെ മൈനർ മിസ്റ്റേക്കുകൾ, അതൊന്നും ആരും അത്ര കൺസിഡർ ചെയ്യാറില്ല, ശ്രദ്ധിക്കാറില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഇതിൽ നമ്മൾക്ക് നെഗറ്റീവ് ഉണ്ടാക്കാൻ കഴിയും. ഗൗതം വിൽ ഹാവ് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ. ഗൗതം ഒരു കത്ത് എഴുതിക്കൊണ്ടേ ഇരിക്കും. എ ലെറ്റർ അതിൻ്റെ പാസീവ് വോയിസാണ് പറയുന്നത്. എ ലെറ്റർ വിൽ ഹാവ് ബീൻ ബീയിങ് റിട്ടൺ ബൈ ഗൗതം. ഗൗതമിനാൽ ഒരു കത്ത് എഴുതപ്പെട്ടുകൊണ്ടേ ഇരിക്കും. അപ്പോൾ വിൽ ഹാവ് ബീൻ ബീയിങ് റിട്ടൺ എന്ന് പറഞ്ഞാൽ എഴുതപ്പെട്ടുകൊണ്ടേ ഇരിക്കും. റിട്ടൺ എന്ന് പറഞ്ഞാൽ എഴുതുക എന്നുള്ള, അതുകൊണ്ടാണ് എഴുതപ്പെട്ടുകൊണ്ടേ ഇരിക്കുക. റൈറ്റ് എന്നുള്ളതിൻ്റെ ഈ രൂപം മാറ്റിയിട്ട് റിട്ടൺ മാറ്റിയിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും വെക്കാം. അപ്പോൾ ആ പ്രവൃത്തി ചെയ്തുകൊണ്ടേ ഇരിക്കും എന്നർത്ഥം വരും. ഇനി ഇതിൽ നമുക്ക് അങ്ങനെ ഇത് ചെയ്തുകൊണ്ടേ ഇരിക്കില്ല എന്ന് പറയണമെങ്കിലോ മറ്റുള്ള ടെൻസിൽ ചെയ്ത പോലെ തന്നെ നോട്ട് ചേർത്താൽ മതി. അപ്പോൾ നമ്മൾ ആക്റ്റീവ് വോയിസിൽ പഠിച്ചത് എങ്ങനെ? ഗൗതം വിൽ ഹാവ് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ. ഗൗതം വിൽ നോട്ട് ഹാവ് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ. ഗൗതം ഒരു കത്ത് എഴുതിക്കൊണ്ടേ ഇരിക്കില്ല. ഗൗതം ഒരു കത്ത് എഴുതിക്കൊണ്ടേ ഇരിക്കില്ല. ഇതൊരു ഈ പെട്ടുകൊണ്ടേ ഇരിക്കില്ല എന്നുള്ളത് എന്താ? ഗൗതം ഒരു കത്ത് ഗൗതമിനാൽ എഴുതപ്പെട്ടുകൊണ്ടേ ഇരിക്കില്ല. ഇതിലും നോട്ട് ചേർക്കാം നമുക്ക്. ഇതൊന്നും വല്ലത്ര ടഫായിട്ടുള്ള കാര്യങ്ങളെയല്ല നോട്ട് ചേർക്കുന്നത്. കാരണം മറ്റെല്ലാ ടെൻസിലും പഠിച്ചു അതുപോലെ തന്നെ ഇതിലും ഒരു വ്യത്യാസവും ഇല്ല നോട്ട് ചേർക്കാൻ. എ ലെറ്റർ വിൽ നോട്ട് ഹാവ് ബീൻ റിട്ടൺ ബൈ. ചെറിയ നോട്ട് എപ്പുറത്തും ഇങ്ങോട്ടും മാറിയൊക്കെ ഉപയോഗിക്കുന്നത് കാണാം. അതുകൊണ്ട് തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. ലെറ്റർ വിൽ നോട്ട് ഹാവ് ബീൻ റിട്ടൺ ബൈ ഗൗതം. ഗൗതമിനാൽ ഒരു കത്ത് എഴുതപ്പെട്ടുകൊണ്ടേ ഇരിക്കില്ല. ഇതോടുകൂടി എല്ലാവർക്കും, എൻ്റെ ചാനൽ കണ്ടവർക്ക് എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. പക്ഷെ നിങ്ങളിത് പഠിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം, പ്രാക്ടീസ് ചെയ്യണം എന്നാണ് ആഗ്രഹം. പരിചയമുള്ളവരും ഇല്ലാത്തവരും കാണുന്നവരും മറ്റവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർ കൂടെ പഠിക്കാൻ അവർക്ക് കൂടെ ഒരു അവസരം ഉണ്ടാവട്ടെ. അവർക്ക് സംശയമുണ്ട്, ഗ്രാമർ ബേസിക് ഒന്നും അറിയാത്ത ആളാണെങ്കിൽ കമൻറ്റിൽ ബോക്സിൽ എഴുതിയിട്ട് ചോദിക്കാം, എന്നോട് ഒരു പ്രശ്നമില്ല. സംശയം ഉണ്ടാവാത്ത രീതിയിലേക്കാണ് ഞാനിതിനെ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. പക്ഷേ ചില വേർഡുകളും അതിൻ്റെ സ്പെല്ലിങ്ങുകളും ഞാൻ പറയാൻ വിട്ടുപോയത് സാധ്യമല്ലാത്തത് കൊണ്ടാണ്. അങ്ങനെ മൈന്യൂട്ട് ചെറിയ കാര്യങ്ങൾക്ക് പോകുമ്പോൾ ഇത് പെട്ടെന്നൊന്നും തീരില്ല. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് വേർഡുകളുടെ ഒക്കെ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ എഴുതാം. ഞാൻ അതിന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ
പ്രയാസമുണ്ടെങ്കിൽ ഇതിൻ്റെ രീതി കൂടെ ഒന്നും കൂടി ലളിതാക്കാനും ഞാൻ തയ്യാറാണ്. കാരണം ഞാൻ പറയുമ്പോൾ ഞാൻ എൻ്റെ രീതിക്ക് പറയുന്നു, നിങ്ങളുടെ ലെവൽ എനിക്കറിയില്ല. എല്ലാവരും ടെൻസ് പഠിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അറിയുന്നവരും മറ്റുള്ളവർക്ക് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ഒന്നുകൂടി പറഞ്ഞിട്ട് ഈ ക്ലാസ് നിർത്തുകയാണ്. ഈ 12 ടെൻസും നമ്മൾ പഠിച്ചു കഴിഞ്ഞു, അതിൻ്റെ പാസീവ് വോയിസും പഠിച്ചു കഴിഞ്ഞു. പക്ഷേ ഈ ടെൻസിൽ കവർ ചെയ്യാത്ത കുറേ സെൻറ്റൻസുകളുണ്ട്. ഈ ടെൻസിൽ വരാതെ നമ്മൾ വിട്ടുപോയതോ അല്ലെങ്കിൽ മാറ്റിവെച്ചതോ ആയിട്ടുള്ള കുറേ സെൻറ്റൻസുകളുണ്ട്. ഉദാഹരണത്തിന്, എനിക്ക് ഡൽഹിക്ക് പോകണം, നിങ്ങൾക്ക് ബോംബെക്ക് പോകണം, എനിക്ക് ഡോക്ടറെ അടുത്തേക്ക് പോകണം. ഈ സെൻറ്റൻസുകൾ രീതിയിലുള്ളതൊന്നും നമ്മളിതിൽ പറഞ്ഞിട്ടില്ല. എനിക്ക് ഓടാൻ കഴിയും, എനിക്ക് ചാടാൻ കഴിയും, ഈ രീതിയിലുള്ള വാചകങ്ങളൊന്നും നമ്മളിതിൽ പറഞ്ഞിട്ടില്ല, ടെൻസിൽ ഉൾപ്പെട്ടിട്ടില്ല. അപ്പോൾ ഈ രീതിയിലുള്ള സെൻറ്റൻസുകളെ നമ്മൾ എങ്ങനെയാണ് പറയുക എന്നുള്ളത് അടുത്ത ക്ലാസ്സിലോ അതിന് തൊട്ടുള്ള ക്ലാസ്സിലോ ഞാൻ വിശദീകരിച്ച് പറയുന്നതാണ്. എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ട് തന്നെ പറയണം എന്നാണ് എൻ്റെ ആഗ്രഹം. നിങ്ങൾ എൻ്റെ ആ ലെവലിൽ എത്തുന്നില്ലെങ്കിൽ നിങ്ങൾ എഴുതി ചോദിച്ചാൽ ഞാനത് കമൻറ്റിൽ ബോക്സിൽ എഴുതി കഴിഞ്ഞാൽ ഞാൻ അതിന് മറുപടി പറയാം, എക്സ്പ്ലെയിൻ തന്നെ ചെയ്തു തരാം. കാരണം നിങ്ങൾ പഠിക്കണം, ടെൻസ് പഠിക്കണം എന്നുള്ള ഒരാഗ്രഹമുണ്ട് എല്ലാവരും. ഇത് കണ്ടിട്ട് വെറുതെ കണ്ടുപോയതിന് കാര്യമില്ല. നിങ്ങളത് പ്രാക്ടീസ് ചെയ്തിട്ട് പറയാൻ ശ്രമിക്കണം. പറയാമെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി സമയം എടുക്കുന്നതാണ് ബേസിക് അറിയാത്തവർക്ക്. എങ്കിലും പ്രാക്ടീസ് ചെയ്യാം. നമ്മൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോകാം. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ ചാനൽ കണ്ട് എല്ലാവരും ഇഷ്ടപ്പെട്ടവരും ഇഷ്ടപ്പെടാത്തവരും എല്ലാവർക്കും നന്ദി. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഞാൻ ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്ത് പറയാനും റെഡിയാണ്. ശേഷം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ മറക്കരുത്, ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സിൻ്റെയും നോട്ടിഫിക്കേഷൻ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ കിട്ടും. അപ്പോൾ പഠിക്കാൻ ശ്രമിക്കുക. എല്ലാവരും നോട്ട് ബുക്ക് എഴുതി അതിൽ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഗ്രാമറിൻ്റെ വ്യാകരണത്തിൻ്റെ എന്തെങ്കിലും സംശയം വരുന്നുണ്ടെങ്കിൽ കമൻറ്റിൽ എഴുതിയാൽ ഞാൻ അതിന് മറുപടി തരാം. അത് ഉണ്ടാവാത്ത രീതിയിലാണ് ഞാൻ അതിനെ രൂപപ്പെടുത്തിയിട്ടുള്ളത്. കാരണം ഓരോ ടെൻസിലും ഞാൻ അതിൽ ചോദിക്കാവുന്ന സ്വാഭാവികമായിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും നെഗറ്റീവും പോസിറ്റീവും എല്ലാം പറഞ്ഞത് തന്നെ അതിനകത്തൊന്നും ബാക്കി നിൽക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ്. ഞാനിത് പഠിക്കുമ്പോൾ അനുഭവിച്ചിട്ടുള്ള, ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇന്നിന്ന സംശയങ്ങൾ ഇതിലുണ്ടാവാം എന്നുകൂടെ ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഉണ്ടാവില്ലെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കാവുന്നതാണ്, ഞാൻ മറുപടി തരാം. ഈ ചാനൽ കണ്ടിട്ടുള്ള എല്ലാവർക്കും എൻ്റെ നന്ദി. ഇതോടുകൂടി ക്ലാസ് തീരുന്നില്ല. നമ്മുടെ ടെൻസിൻ്റെ ബേസിക് ഗ്രാമറിൻ്റെ ക്ലാസ് തീർന്നു. ഇനി ഇതിൽ പെടാത്ത കുറേ സെൻറ്റൻസുകളെ കുറിച്ചിട്ട് അടുത്ത ക്ലാസ്സിലും തൊട്ടടുത്ത ക്ലാസ്സിലും ഇംഗ്ലീഷുകാരുടെ സ്പോക്കൺ രീതിയുമായി കുറച്ച് താരതമ്യപ്പെടുത്തിയിട്ട് ചില മലയാളത്തിൽ നിന്നും വ്യത്യാസം വരുത്തിയിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതൊരു പക്ഷേ കണ്ടിന്യൂ ചെയ്തെന്ന് വരാം. ഞാനിത് ബേസിക് ഗ്രാമർ, ഒരു അടിസ്ഥാനം ഉണ്ടാക്കുക, ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കുക എന്ന രീതി ഉദ്ദേശിച്ചിട്ടാണ് ഇത് ക്ലാസ് തുടങ്ങിയിട്ടുള്ളത്. സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന ഉദ്ദേശം ഒരിക്കലും ഉണ്ടായിരുന്നില്ല. ഗ്രാമർ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പോക്കണിൻ്റെ ആവശ്യമില്ല. ഒരുവിധം സെൻറ്റൻസുകളെല്ലാം നിങ്ങൾക്ക് തന്നെ സ്വയം ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ സ്പോക്കണിൻ്റെ ആവശ്യമില്ല എന്നാണ് വിചാരിച്ചത്. എങ്കിലും കുറച്ച് അവരുമായിട്ട് താരതമ്യപ്പെടുത്തി, നാറ്റീവ് സ്പീക്കേഴ്സുമായിട്ട് താരതമ്യപ്പെടുത്തിയിട്ട് കുറച്ച് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. സമയം അനുവദിക്കുകയാണെങ്കിൽ അതും ഉടനെ തന്നെ ഉണ്ടാവുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.